സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാത്തതിൽ മനംനൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഗ്രഹനാഥൻ മരണപ്പെട്ടു. ഇങ്ങനെയുള്ള ഈ കടം കൈ ചെയ്യുമെന്ന് ഇത്രയും കാലമായി 52 വയസ്സായി മദ്യപിക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതുമില്ല. വാഴക്കൊലകളെല്ലാം വിറ്റുകൊണ്ടിരുന്ന പൈസയാണ് ബാങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ പൈസ ഏകദേശം 5,30,000 രൂപ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലാണ് സംഭവം. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരം 55 വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാത്തതിലാണ് സോമസാഗരം ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 5 ലക്ഷം രൂപയാണ് സോമസാഗരം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. സോമസാഗരത്തിൻ്റെ മകളുടെ വിവാഹാവശ്യത്തിനായി പണം തിരികെ ചോദിച്ചിട്ട് ബാങ്ക് അധികൃതർ നൽകിയില്ല. ഇതേ തുടർന്ന് കനത്ത മനോവിഷമത്തിലായിരുന്നു സോമസാഗരമെന്നും ബന്ധുക്കൾ പറയുന്നു. ഞാൻ ഒരു 30 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുകയാണ്. നമ്മൾ അതെന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം, പൈസ ഉണ്ടാക്കാമെന്ന് പറയും. ഇങ്ങനെ ഇത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെയുള്ള ഈ കടം കൈ ചെയ്യുമെന്ന് ഇത്രയും കാലമായി 52 വയസ്സായി മദ്യപിക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതുമില്ല. പിന്നെ കൃഷി കാര്യം, വയലുകളിൽ വാഴയ്ക്കെടുത്ത് വാഴക്കൃഷി, പിന്നെ മേശരി പണിക്കും പോകും. എൻ്റെ സുഹൃത്തായിരുന്നു. സുഹൃത്ത് കുറേ ദിവസം കൊണ്ട് ബാങ്കിൽ കുറച്ച് പുള്ളി ഡെയിലി മേശരി പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ആ കൊണ്ടുവന്ന പൈസയും വർഷം ഇവിടെ വയലുണ്ട്, പുള്ളിക്ക് വയലിൽ കിടന്ന വാഴക്കൊലകളെല്ലാം വിറ്റുകൊണ്ടിരുന്ന പൈസയാണ് ബാങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ പൈസ ഏകദേശം 5,30,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ പുള്ളി ഇടയ്ക്ക് മോളെ കല്യാണത്തിന് വേണ്ടിയും മോളെ കല്യാണം ഞാൻ അടുപ്പിച്ച് എന്നെ നോക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടി വരും. എന്നോട് പറഞ്ഞായിരുന്നു കുറച്ച് പൈസ ബാങ്കിൽ കിടപ്പുണ്ട്, അത് ഞാൻ അവൾക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ എടുത്ത് മാറ്റി സ്വരൂപിച്ച് വയ്ക്കുക, എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാമെന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി 4 മാസം മുമ്പ് കിടന്ന് ബാങ്കിൽ കയറി ഇറങ്ങുകയാണ്. ബാങ്കിൽ കയറി ഇറങ്ങുമ്പോൾ അവിടുത്തെ ബാങ്ക് സ്റ്റാഫുകൾ പറയും ഇപ്പം പൈസ ഇല്ല എന്ന് പറഞ്ഞു വിടും. അങ്ങനെ 19-ാം തീയതി പുള്ളി പോയി പൈസ വരും, പൈസ ഇല്ല, എന്തൊക്കെ സംസാരങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് പുള്ളി ആ ദേഷ്യത്തിൽ വന്നാണ് ആ വിഷം ഉപയോഗിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 19 സോമസാഗരം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സോമസാഗരം മരണപ്പെട്ടത്. GTV ന്യൂസ്, നെയ്യാറ്റിൻകര.